നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിയും ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണോ അതോ വേറെ ഓപ്ഷൻസ് നോക്കണോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഒരു വാല്യൂ അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു രണ്ട് ചിന്താഗതിയിൽ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസിനും ഒരു ഫൈനലായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ഡിസംബർ ജാനുവരി ഇൻടേക്കിലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം വീണ്ടും യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ മന്ത് ലാസ്റ്റ് വരെ നമുക്ക് രജിസ്ട്രേഷനുള്ള ടൈം യൂണിവേഴ്സിറ്റി അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്ത പല സ്റ്റുഡൻസും ഉണ്ട്. അതുകൊണ്ടാണ് പല സാഹചര്യത്തിലും അവർ പല യൂണിവേഴ്സിറ്റീസ് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാതെ ഒരുപാട് കൺഫ്യൂഷൻ അടിച്ച് നടക്കുന്നത്. ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ 1985 മുതൽ നമുക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഒരുപാട് സ്റ്റഡി സെന്റേഴ്സും റീജിയണൽ സെന്റേഴ്സും ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ്, അതായത് ദിനം പ്രതി അല്ലെങ്കിൽ ഇയർ അനുസരിച്ച് ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിം വർക്കിലെ ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക് A++ സ്കോർ ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ റാങ്കിംഗ് സിസ്റ്റവും നമുക്കറിയാം ഒരു ബേസിലായിരിക്കും എന്തായാലും നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഇനി യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പാസ് ഔട്ട് ആയി പോകുന്നുണ്ട് എങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ അത്രമാത്രമാണെന്ന് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയാം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റി കുറിച്ച് ഇനി യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഇനി ബാക്കി യൂണിവേഴ്സിറ്റി മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ആയാലും ഇനി അബ്രോഡ് പോകാനായാലും വാല്യൂവിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഓൾറെഡി ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. ഇനിയും ഇഗ്നു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. താങ്ക് യു.